السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് തൗഹീദുള്ള സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം ചില വസീയത്തുകൾ എന്ന വിഷയത്തിൽ സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം അത് നമ്മൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന, നമ്മുടെ സ്വർഗത്തിലെ ദർജകൾ ഉയർത്താൻ സബബാക്കുന്ന ഒരു സാലിഹായ പ്രവർത്തനമായി നാം ഓരോരുത്തരിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം, തൗഹീദ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി എന്നുള്ളത് അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മുടെ എന്തെങ്കിലും ബുദ്ധിശക്തിയുടെ പവർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ ഒന്നും നമുക്ക് ലഭിച്ചതല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ ചരിത്രങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതിയാവും. എത്രയോ അറിവുണ്ടായിരുന്ന, കഴിവുണ്ടായിരുന്ന, മികവുണ്ടായിരുന്ന, വലിയ വലിയ തറവാട് മഹിമകൾ പറയാനുണ്ടായിരുന്ന ആളുകൾക്കൊന്നും ഈ ഒരു അനുഗ്രഹം, തൗഹീദ് എന്ന അനുഗ്രഹം, ഹിദായത്ത് എന്ന അനുഗ്രഹം ലഭിക്കാതെ പോയിട്ടുണ്ട്. അല്ലെ? നമുക്കറിയാം, നബിമാരുടെ ചരിത്രങ്ങളിൽ പല നബിമാരുടെയും മാതാപിതാക്കൾ തൗഹീദില്ലാത്തവരാണ്, പലരുടെയും മക്കൾ തൗഹീദില്ലാത്തവരാണ്, പലരുടെയും ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ബന്ധുക്കൾ തൗഹീദില്ലാത്തവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊന്നും നൽകാതെ നമ്മൾക്ക് നൽകി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, പദവി നൽകിയിട്ടുണ്ട്, അവരെക്കാൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയിക്കുന്ന ഒരു വലിയൊരു അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, അല്ലാത്തവർക്കും കൊടുക്കും. സമ്പത്ത്, അധികാരം, ആർഭാടം, സൗകര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ ദീൻ എന്നുള്ളത്, ഹിദായത്ത് എന്നുള്ളത്, തൗഹീദ് എന്നുള്ളത്, ഈമാൻ എന്നുള്ളത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ അവൻ കൊടുക്കുകയില്ല. നമ്മൾക്കിത് ഈ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനറിയിക്കുന്നുണ്ട്? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. ആലോചിച്ച് നോക്കി, നൂഹ് നബിയുടെ മകനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉപ്പയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഈ ദുനിയാവിൽ വേറെന്താണുള്ളത്? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ, നിഅമത്ത് നൽകിയവരുടെ മാർഗം എന്ന് പറഞ്ഞ ആ നിഅമത്ത് എന്താ? അതാണ് ഏറ്റവും വലിയ നിഅമത്ത്, ഹിദായത്ത് എന്ന നിഅമത്ത്. അതിനേക്കാൾ വലിയൊരു നിഅമത്ത് ഈ ദുനിയാവിൽ ഒരാൾക്കും ലഭിച്ചിട്ടില്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നില്ല. നമുക്ക് ഈ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് വേറൊന്നും ഈ ദുനിയാവിൽ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെക്കാൾ വലിയ സൗഭാഗ്യവാന്മാർ ഈ ദുനിയാവിൽ വേറെ ആരുമില്ല. നമ്മൾ അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കണം. നമ്മളെക്കാൾ വലിയ അനുഗ്രഹം ലഭിച്ച ഭാഗ്യവാന്മാർ, സൗഭാഗ്യവാന്മാർ, തൗഹീദുള്ളവരെക്കാൾ വലിയ മറ്റാരും ഈ ദുനിയാവിലില്ല, വേറെ ആരുമില്ല. ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ തൗഹീദുള്ള ആളുകൾ. ഏറ്റവും വലിയ സൗഭാഗ്യം തൗഹീദാണ്. എന്നാൽ ഒരാൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചിട്ടില്ല, അയാൾക്ക് ബാക്കി എല്ലാം ഈ ദുനിയാവിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും അയാളെക്കാൾ വലിയ ദുർഭാഗ്യവാൻ ഈ ദുനിയാവിലില്ല വേറെ. ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ തൗഹീദ് ലഭിക്കാത്തവൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇത്രയും വലിയൊരു അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി. നമ്മുടെ കഴിവ് കൊണ്ടല്ല, മികവ് കൊണ്ടല്ല, പ്രത്യേകത കൊണ്ടല്ല, ഒന്നും കൊണ്ടല്ല, അവന്റെ ഔദാര്യം കൊണ്ട് നൽകി.
അവന്റെ കാരുണ്യം കൊണ്ട് നൽകി. അവന്റെ റഹ്മത്തും ഫضലും കൊണ്ടല്ലാതെ നമുക്കത് കിട്ടിയിട്ടില്ല. മനസ്സിലാക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അനുഗ്രഹം നമ്മൾക്ക് അള്ളാഹു നൽകി, ഇത് അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ചിന്തിക്കേണ്ട അടുത്ത കാര്യം എന്നുള്ളത്, ഈ അനുഗ്രഹത്തിന് ഞാൻ എങ്ങനെ നന്ദി കാണിക്കും. തൗഹീദ് എന്ന അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നിരിക്കെ ഈ അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയതിന് ഞാൻ എങ്ങനെ നന്ദി കാണിക്കും? ഞാൻ എങ്ങനെ റബ്ബിന് ശുക്ർ ചെയ്യും ഈ അനുഗ്രഹത്തെ? നമ്മളൊരു സൂറത്തുൽ ആദിയാത്ത് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. നമുക്ക് അത് വായിക്കുമ്പോൾ, അർത്ഥം അറിഞ്ഞ് വായിക്കുന്ന ആളുകൾക്ക് ആ സൂറത്ത് ഒരു നാണക്കേടുകൂടി അല്ലാതെ അത് വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. ആ സൂറത്ത് വായിക്കുമ്പോൾ ഓരോരുത്തർക്കും സ്വന്തത്തോടൊരു ലജ്ജ തോന്നും, ഒരു അപകർഷതാബോധം തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ മനുഷ്യനെ ഒരു ജീവിയുമായിട്ട്, ഒരു ജന്തുവുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഒരു ജന്തു എന്താണ്? ഏത് ജീവിയാണത്? സൂറത്തുൽ ആദിയാത്തിൽ കുതിര. കുതിരകളെ അള്ളാഹു സത്യം ചെയ്തിട്ട് അതിന്റെ ഓരോ പ്രത്യേക ക്വാളിറ്റികൾ എടുത്തു പറഞ്ഞിട്ട് ഇത്രയൊക്കെ പറഞ്ഞ് ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം എത്തുന്ന റിസൾട്ട് എന്താണെന്നറിയോ? അള്ളാഹു പഠിപ്പിച്ചിരുന്ന കാര്യം എന്താണെന്നറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. എന്തങ്ങനെ പറയാൻ കാരണം? ആ സൂറത്ത് നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. ആ കുതിരയെ പരിപാലിക്കുന്ന അതിന്റെ യജമാനൻ അതിന് തീറ്റയും വെള്ളവും കൊടുത്ത് അതിനെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു ഷെഡും കെട്ടി അതിനെ പോറ്റി വളർത്തി കഴിഞ്ഞാൽ, അതിന് രോഗങ്ങൾ പരിചരിച്ച് അതിനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ യജമാനൻ എങ്ങോട്ട് തെളിച്ചാലും ഈ കുതിര അങ്ങോട്ട് പോകും. ഏത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. തെളിഞ്ഞ വളരെ സുഖമുള്ള പാതയെന്നോ മിനുസമുള്ള പാതയെന്നോ പ്രയാസമുള്ള പാതയെന്നോ വ്യത്യാസമില്ല. പോയി കഴിഞ്ഞാൽ, ചാടിക്കഴിഞ്ഞാൽ, ആ യജമാന്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത സന്ദർഭത്തിലും ഈ യജമാനൻ എങ്ങോട്ട് തെളിച്ചോ അങ്ങോട്ടേക്ക് ഓടും ഈ കുതിര. ആ കുതിരയെ മുൻനിർത്തിയിട്ട് റബ്ബ് പറയാണ് മനുഷ്യൻ നന്ദി കെട്ടവൻ. എന്താ ഈ കനൂദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ് അർത്ഥം? സലഫുകൾ വിശദീകരിക്കാറുണ്ട്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ മറന്നു കളഞ്ഞ് അവന് മറക്കുകയും അവനില്ലാത്ത അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്യും. അതാണ് കനൂദ്. നമ്മളെപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് ബോധ്യമില്ല, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമുക്ക് കിട്ടതാ, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് ഈ ഒരു അനുഗ്രഹമില്ല, എനിക്ക് വലിയൊരു വീടില്ല, അല്ലെങ്കിൽ കാറില്ല, ഇങ്ങനെ നമുക്കില്ലാത്തതിനെ പറ്റിയിട്ടാണ് നമുക്ക് എപ്പോഴും ചിന്ത. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇതിനെയാണ് കനൂദ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങളിൽ പലതിനെയും അതിൻ്റെതായ പ്രാധാന്യത്തോടെ തിരിച്ചറിയാൻ സാധിക്കാതാക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആയിക്കൂടാ. ഈ സൂറത്തിൽ അള്ളാഹു വിമർശിച്ച മനുഷ്യന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തരം താണുകൂടാ. ആ കുതിര, ഒരു ജന്തുവിനേക്കാൾ നമ്മൾ തരം താഴ്ന്നു പോവുക എന്ന് പറയുന്നത് എത്ര മോശം അവസ്ഥയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ആയിക്കൂടാ. മറിച്ച് നമ്മൾക്ക് അള്ളാഹ് പറഞ്ഞില്ലേ, വൈൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹ. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കൂല. നമുക്ക് ആ പല അനുഗ്രഹങ്ങളും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമുക്കതെന്തായി, ഒരു ശീലമായി. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, രാത്രി പോകുമ്പോൾ പകല് വരുന്നുണ്ട്, പകല് പോകുമ്പോൾ രാത്രി വരുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ അവയവങ്ങളും കൃത്യമായി സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്യുന്നുണ്ട്, ഒന്നിനൊരു പ്രശ്നമില്ല, ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെന്തെങ്കിലും ഒന്ന് തടഞ്ഞു പോകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതിന് വില അറിയാം. എന്തെങ്കിലും ഒന്നില്ലാതായി, എന്തെങ്കിലും സ്റ്റോപ്പായി, എന്തെങ്കിലും ഒരു പണിമുടക്ക് സംഭവിക്കുമ്പോഴാണ്, ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ വരുമ്പോൾ അവ മനസ്സിലാക്കുന്നതിന് വില. എല്ലാം നമ്മുടെ ശരീരത്തിൽ മാത്രം ഓരോ സെക്കൻഡിലും ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓരോ സെക്കൻഡ് വെച്ചിട്ട് ആയിരക്കണക്കിന് പ്രോസസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അത് നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.
ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ വേരിയേഷൻ ചെറുതായി കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരെണ്ണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയധികം അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ആ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു പഠിപ്പിച്ചെന്നപോലെ അള്ളാഹു പറഞ്ഞില്ല, വഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്ന നന്ദിയുള്ള അടിമകൾ വളരെ കുറച്ചാണ്. വളരെ കുറച്ചാണ്. നമ്മൾ ഈ കുറച്ച് എന്ന് പറഞ്ഞ ഈ ഒരു മൈനോറിറ്റിയിൽ ഉൾപ്പെടാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും മെജോറിറ്റിയുടെ പുറകെ പോകരുത്. ട്രെൻഡായിട്ടും ഫാഷനായിട്ടും ഒക്കെ ഒരുപാട് ഫോളോവേഴ്സും ആളുകളും അനുയായികളൊക്കെ ഉള്ള അങ്ങനെയുള്ള ആളുകളെ പുറകെ നമ്മൾ പോകരുത്. കാരണം അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകൾ എപ്പോഴും മൈനോറിറ്റി ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് വേണ്ടത്. അതിനെന്തൊക്കെ വേണം, നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്കൊരിക്കലും എത്ര പരിശ്രമിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ പണിയെടുത്താലും നമുക്ക് നമ്മുടെ റബ്ബിന് കൊടുക്കേണ്ട ശുക്ർ പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ സാധിക്കൂല. പക്ഷേ കഴിവിന്റെ പരമാവധി, സാധിക്കുന്നതിന്റെ മാക്സിമം എത്രത്തോളം പറ്റുമോ അതിന്റെ പരമാവധി റബ്ബിന് ശുക്ർ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ഈ ഒരു സംസാരം സബബാക്കി തീർക്കുകയും അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നന്ദി കാണിക്കുന്ന ശുക്ർ ചെയ്യുന്ന അടിമകളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് വേറൊന്നുമല്ല, നമ്മൾക്ക് ഈ കിട്ടിയ തൗഹീദ്, ഈ തൗഹീദ് അത് എന്നിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ആ ഒരു മിനിമം അറിവെങ്കിലും നമ്മൾ കരസ്ഥമാക്കുക എന്നുള്ള. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ തൗഹീദ് ഒരിക്കലും നമ്മൾ എപ്പോഴെങ്കിലും ഒരു ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മരിക്കും വരേക്കും നമ്മളിൽ ഈ തൗഹീദ് അങ്ങനെ തന്നെ മാറാതെ നിലനിൽക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല. ഖിയാമത്ത് നാളിന് ശ്രദ്ധിച്ചോ, തൗഹീദുള്ള ആളുകൾ 3 വിഭാഗം ആളുകളാണ്. ഹദീസുകളിലും ഖുർആന്റെ ആയത്തുകൾക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ തൗഹീദുള്ള ആളുകൾ 3 വിഭാഗം ആളുകളാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. 3 വിഭാഗം ആളുകൾ, സ്വർഗ്ഗക്കാർ 3 വിഭാഗം ആളുകൾ. ഒന്ന്, അതിനെ പണ്ഡിതന്മാർ അസ്ലു തൗഹീദ് എന്നാ പറയാം. തൗഹീദിന്റെ ഏറ്റവും മിനിമം അവസ്ഥയിലേക്ക് എത്തിയാണ്, അതിന് ഏറ്റവും പൂർത്തീകരിക്കേണ്ട ഏറ്റവും ചെറിയ ലെവലിലേക്ക് എത്തിയവർ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്തിലേക്ക് എത്തും, എന്നെങ്കിലൊക്കെ ആയിട്ട് സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. തൗഹീദുള്ള ഒരാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവുകയില്ല. പക്ഷേ അയാൾ നരകത്തിൽ കടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നരകത്തിൽ കടക്കാം, നരകത്തിൽ ഒരുപാട് കാലം കിടന്നേക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ആയി അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവസാനം സ്വർഗത്തിലേക്ക് എത്തും. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അവർക്ക് സ്വർഗത്തിൽ കടക്കാം, നരകത്തിൽ കടക്കാതെ, പക്ഷെ അവർക്ക് വിചാരണ നേരിടേണ്ടി വരും. വിചാരണ കഴിഞ്ഞ് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അവർക്ക് എന്തില്ല, വിചാരണയുമില്ല ശിക്ഷയുമില്ല. വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മൂന്നാമത്തെ കാറ്റഗറി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ കാറ്റഗറി മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. എന്നുവെച്ചാൽ വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, വളരെ കുറച്ച്. ഈ ഉമ്മത്തിൽ തന്നെ കുറച്ച് ആളുകൾ മാത്രം, ഏറ്റവും മൈനോരിറ്റിയാണ്. പിന്നെ കുറച്ചുകൂടി കൂടുതലുള്ള ആളുകളാണ് ആര്, വിചാരണ കഴിഞ്ഞ് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കുന്ന ആള്. അതിനേക്കാൾ കൂടുതലാണ് ആര്, വിചാരണയും ശിക്ഷയും. ശിക്ഷ കിട്ടുമോ ഇല്ലയോ റബ്ബ് തീരുമാനിക്കും. പക്ഷെ ശിക്ഷയ്ക്ക് അർഹരായ രൂപത്തിൽ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുകയും പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിനേക്കാൾ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ഉയർന്ന ദറജകളിലേക്ക് എത്താൻ എന്തുകൊണ്ട് എത്ര പ്രയാസം? എന്തുകൊണ്ടാണ് പ്രയാസം? ഉയർന്ന ദറജകളിലേക്ക് എത്തുക എന്നുള്ളത്
എളുപ്പമല്ല. വിശ്വാസം പഠിപ്പിച്ചെന്നത് എന്താ? ഹുജിബത്തിന്നാറു ബിശ്ശഹവാത്ത്. നമുക്ക് നരകത്തിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മനസ്സിന് ആഗ്രഹമുള്ള കാര്യങ്ങളുടെ പുറകെ പോയാൽ മതി. അല്ലേ? ചെറുപ്പക്കാർ പറയുന്നത് ഫോളോ യുവർ ഹാർട്ട്. നമ്മൾ നമ്മുടെ ഹാർട്ടിനെ അങ്ങനെ ഫോളോ ചെയ്ത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ അങ്ങനെ പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നരകത്തിലേക്ക് എത്താൻ പറ്റും. ഒരു പണിയില്ല, ഒരു പ്രയാസമില്ല. എന്നാൽ വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, മനസ്സിന് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെ വലയം ചെയ്തിട്ടുള്ളത്. പക്ഷെ സ്വർഗത്തിന്റെ ബൗണ്ടറിക്ക് പുറത്ത് ഇങ്ങനെ കുറെ പ്രയാസമുള്ള കാര്യങ്ങൾ, ഇത് കടന്നു പോയി അത് മറികടന്നാലല്ലാതെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. ഏതുപോലെ ഒരു കോട്ടയുടെ ചുറ്റും കുറെ മുള്ളുവേലികൾ ഉണ്ടെന്ന് വിചാരിക്കുക, കുറെ അപകടങ്ങളൊന്നും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കോട്ടയിലേക്ക് എത്താൻ ഈ മുള്ളുവേലികൾ കടന്നല്ലാതെ എത്താൻ കഴിയില്ല. ഇതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ധിക്കരിച്ച് മനസ്സിന്റെ താല്പര്യങ്ങൾ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുമ്പോഴല്ലാതെ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അപ്പോ നമ്മൾക്ക് മനസ്സിന് ഇഷ്ടമില്ലാതെ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യമാണ് എന്ത്? പഠിക്കാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം. ഇപ്പോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക അല്ലേ? ഇരിക്കുമ്പോ ഉറക്കം വരും അല്ലേ? പ്രത്യേകിച്ച് ശാരീരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം വരും. AC ഉണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിരിക്കാം, യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ട്, സ്വാഭാവികമായിട്ട് ഉറക്കം വരും. ഈ ഉറക്കം വരുന്നതിനിടയിൽ ഉറക്കം വരാതെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കായ കാര്യം തന്നെ, പ്രയാസമുള്ള കാര്യം തന്നെ. പ്രത്യേകിച്ച് ജോലി തിരക്കൊക്കെ കഴിഞ്ഞു വരുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ശരീരത്തിനൊന്ന് റെസ്റ്റ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരൊക്കെ ഇങ്ങനെ ഒരു സദസ്സിൽ വന്ന് ഈ തണുപ്പത്തൊക്കെ വന്ന് ഇരിക്കേണ്ട താമസമുള്ള എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവും. അപ്പൊ അവർക്ക് ഈ ഉറങ്ങാതെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യം തന്നെ. അതെല്ലാവർക്കും സാധിക്കൂല. അതേപോലെ തന്നെ ഞായറാഴ്ചയാണ്, എത്രയോ തിരക്കുകൾ, കല്യാണങ്ങളുണ്ട്, വീടിരിപ്പുകളുണ്ട്, മറ്റു ഫംഗ്ഷനുകൾ, എൻഗേജ്മെന്റുകളുണ്ട്. അതൊക്കെ ഒഴിവാക്കി അതിനേക്കാളൊക്കെ കൂടുതൽ പ്രയോറിറ്റി ഇതിന് കൊടുത്ത് അതെല്ലാം, അല്ലെങ്കിൽ ചെറിയൊരു സമയം മാത്രം അതിൽ ചെലവഴിച്ച് വേഗം ഇങ്ങോട്ടേക്ക് ഓടിയെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം, വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ കേൾക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതെല്ലാം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ചില ദീൻ പഠിക്കാതിരിക്കാൻ നമ്മൾക്ക് ജാഹിലായി തന്നെ മരണപ്പെട്ടു പോകാൻ ഒരു പ്രയാസമില്ല, സിമ്പിളാണ്. കാരണം നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എങ്ങനെ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. ഒന്നും അറിയില്ല. അങ്ങനെ തന്നെ മരണപ്പെട്ടു പോവാൻ നമുക്ക് ഒരു പണിയില്ല, സിമ്പിളാ. ഇന്നത്തെ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയ അത് ഇത് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു എന്റർടൈൻമെന്റുകള്, സ്പോർട്സുകള്, മറ്റു കാര്യങ്ങള്, അതിന്റെ പുറകെ അങ്ങനെ ഒരു ഹാലിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ആ ഒഴുക്കിൽ ഒഴുകി പോയി കഴിഞ്ഞാൽ നമുക്ക് ജാഹിലായി തന്നെ മരിക്കാം, ഒരു പ്രയാസമില്ല. എന്നാൽ പഠിക്കാൻ, അറിവ് കരസ്ഥമാക്കാൻ, ദീനിന്റെ വിജ്ഞാനങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, പ്രയാസമുള്ള കാര്യം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇങ്ങനെ ഇരുന്ന് പണിപ്പെട്ട് പഠിക്കാതെ ഈ ഇൽമു കിട്ടുക. ഇൽമു കിട്ടുക ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നതിലൂടെ മാത്രം. നബിമാരാണെങ്കിൽ സുഖമായിരുന്നു അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരും, ആ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കണം, ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കുക തന്നെ വേണം. എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, എന്നോടും നിങ്ങളോടൊക്കെ പറയാനുള്ള വസിയത്ത് എന്നുള്ളത്, നമ്മളിൽ ഈ തൗഹീദ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? വേറെ വിശദമായിട്ടുള്ള പഠനങ്ങളൊക്കെ പിന്നീടാവാം. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, എന്നിൽ ഈ തൗഹീദ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് എത്ര തൗഹീദുള്ള ആളുകൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? പ്രത്യേകിച്ച് നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരിക്കലും ചുറ്റുപാടും തൗഹീദുള്ള ആളുകൾ കൊണ്ട് നിറഞ്ഞ നാടൊന്നുമല്ല. ഷിർക്കും കുഫറും നിഫാക്കും ഒക്കെ
വളരെയധികം വ്യാപകമായി നിലനിൽക്കുന്ന ഒരു നാട്ടിൽ, അങ്ങനൊരു ചുറ്റുപാടിൽ അവരുമായി കൂടിക്കലർന്ന് നടക്കുന്ന നമ്മൾക്ക് എന്തുറപ്പാണുള്ളത് എൻ്റെ തൗഹീദ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന്? നമ്മളൊരിക്കലും വിചാരിക്കേണ്ട ഞാനൊരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ എനിക്ക് സ്വർഗം ഗ്യാരണ്ടിയാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ, മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞ, നിസ്കാരത്തിലും ജിഹാദിൽ പോലും പങ്കെടുത്ത പല ആളുകളെയും അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്താ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തിന്റെ അടിത്തട്ടിലാണെന്നവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നു, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിരുന്നു, നിസ്കരിച്ചിരുന്നു, അതുപോലെ തന്നെ ജിഹാദിൽ പങ്കെടുത്തിട്ട് പല കാര്യങ്ങളും അവർ പങ്കെടുത്തിരുന്നു. എന്നിട്ടും അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്, നരകത്തിന്റെ അടിത്തട്ടിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ ആയിട്ടുണ്ടോ? നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. നമുക്ക് ആ ഒരു പേടി പോലും, നമ്മൾ ആലോചിച്ച് നോക്കി. ഇത് പറയുമ്പോൾ പലരും അത്ഭുതത്തോടെ നോക്കുകയാണ് എന്നെ. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന, ഇതൊക്കെ ഏതോ കാലത്ത് കഴിഞ്ഞു പോയ മുനാഫിക്കുകളുടെ വിഷയമല്ലേ? ഇതൊക്കെ നമ്മളോട് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ ശ്രദ്ധിക്കണം. മുനാഫിക്കുകളുടെ കാര്യം വിടാം. അവർ ദുനിയാവിന്റെ ആഗ്രഹത്തിന് വേണ്ടി കൂടെ കൂടി പലതും ഇല്ലാത്തത് പറഞ്ഞതാണെന്ന് വിചാരിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം, ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തൗഹീദിന്റെ വിഷയത്തിൽ മാതൃകയായി, റോൾ മോഡലായി പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂലാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കാനായ സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബി ജുനൂബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നീ അകറ്റി നിർത്തേണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ ശിർക്ക് വരുന്നതിന് അത്രയധികം പേടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പേടി? ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് തൗഹീദ് അറിയാനിട്ടാണോ? അല്ലേ? പല ആളുകളും ചിന്തിക്കുക ഇബ്രാഹിം നബിനേക്കാളും തൗഹീദ് നമ്മൾക്കാണോ, അതുകൊണ്ടാണോ അങ്ങനെ പ്രാർത്ഥിച്ചത്? ഒരിക്കലല്ല. മറിച്ച് നമ്മൾക്ക് ആ പേടി ഇല്ലാത്തത് ഇബ്രാഹിം നബിയുടെ അത്രയും തൗഹീദ് നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരാളുടെ തൗഹീദ് എത്രത്തോളം കംപ്ലീറ്റ് ആകുന്നു, എത്രത്തോളം പെർഫെക്റ്റ് ആകുന്നു, അത്രത്തോളം അയാൾക്ക് ഷിർക്കിനെ തൊട്ടുള്ള പേടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ, നമ്മൾക്ക് ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമോ എന്നതിനെ പറ്റി ആലോചിച്ച് പേടി വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? റിസൾട്ട് എന്താ? നമ്മുടെ തൗഹീദിന് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ ആർക്കാ പറയാൻ സാധിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങൾ ശിർക്ക് കടന്നു വരുമോ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ ശിർക്ക് കടന്നു വരുമോ എന്ന് പേടിച്ചിട്ട് ഉറക്കം വരാത്ത രാത്രികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? നമ്മൾ പലതിനെയും പേടിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമോ എന്ന് പേടിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരുമോ എന്ന് ആലോചിച്ച് നമ്മൾ എത്ര പേര് പേടിച്ചിട്ടുണ്ട്? അങ്ങനെ പേടിച്ച് എത്ര സമയങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അല്ലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാണ് അദ്ദേഹം? എല്ലാ റസൂലുമാരും കഴിഞ്ഞാൽ, മനുഷ്യ ചരിത്രത്തിൽ തന്നെ റസൂലുമാരെ മാറ്റി നിർത്തിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യരും കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനിരിക്കുന്നില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഒരു കാര്യം ചോദിക്കാം. ചിന്തിക്കണം. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ജീവിതത്തിൽ ഷിർക്ക് കടന്നു വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഷിർക്കിന്റെ ഗൗരവവും എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ എന്നെ ബാധിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ അപകടത്തിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ താങ്കൾ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. ആരാണ് ചോദിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഏറ്റവും ഉത്തമനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമനായ വലിയന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന.
നമ്മളിൽ എത്ര പേർക്കറിയാം പ്രാർത്ഥന? പലർക്കും ഈ പ്രാർത്ഥന അറിയുക പോലുമില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഏറ്റവും ആദ്യം മുന്തിക്കേണ്ട, ഏറ്റവും കൂടുതൽ ആവർത്തിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്നാം സ്ഥാനത്ത് വെക്കേണ്ട പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അങ്ങനെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലേക്ക് ആയിപ്പോയി, എന്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയി, ഞാൻ അറിഞ്ഞ് മനഃപൂർവ്വം ശിർക്ക് വെക്കുന്നതിന് തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വഅഊദു ബിക അൻ ഉശ്രിക ബിക വഅഊദു ബിക വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. എന്റെ ജീവിതത്തിൽ അറിയാതെ ഞാൻ ശിർക്ക് സംഭവിച്ച് ചെയ്തു പോകുന്നതിന് തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുകയാണ് എന്നുള്ള പ്രാർത്ഥന. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഈ പേടി നമ്മൾക്ക് വന്നിട്ടില്ല, അത് വലിയ അപകടം. നമ്മുടെ അവസ്ഥ അത്രയും ദുരവസ്ഥ വളരെ മോശമാണ് എന്നറിയിക്കുന്ന വലിയൊരു തെളിവാണ്. നിങ്ങൾക്കറിയാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും സംഭവം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഒരു മജൂസി, അബൂൽ ഉലത്ത് എന്ന് പറയുന്ന മജൂസി സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കെ പുറകിൽ നിന്ന് കുത്തി എന്ത് ചെയ്യാണ്, വയറ് പൊളിക്കുകയാണ്. വിഷം പുരട്ടിയ അങ്ങേയറ്റം മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് പുറകിൽ നിന്ന് കുത്തി വയറ് പൊളിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്തേക്ക് ചാടി മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മരണശൈലി കിടക്കുക. ചികിത്സിക്കാൻ വന്നവരൊക്കെ പറഞ്ഞു ഇതൊരിക്കലും ചികിത്സിക്കാൻ കഴിയില്ല, ഈ മുറിവ് ഒരിക്കലും കൂട്ടി ശരിയാക്കി മാറ്റി ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവരും കൈയൊഴിഞ്ഞു, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവാണ്, ഞാനിനി മരിക്കാൻ കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അദ്ദേഹം പ്രധാനപ്പെട്ട ഓരോ വസീയത്തുകൾ മുഅ്മിനുകൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ട പ്രധാനപ്പെട്ട വസീയത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു വഹി അവതരിപ്പിച്ചപ്പോൾ അവരുടെ പേരുകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ ആരൊക്കെയാണ് മുനാഫിക്കുകൾ അതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ആരൊക്കെയാണെന്ന് പേരെടുത്ത് അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രമേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആളയക്കുന്നത് എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഉമറിന്റെ പേരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയും ഇനി ആർക്കും ഞാൻ എന്ത് ചെയ്യില്ല, ഉമറിന് ശേഷം ഇനി ആർക്കും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറയും. അല്ലെ, അവരുടെ അവസ്ഥയ്ക്ക് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ അവസ്ഥ. അവർ പഠിച്ചത്ര തൗഹീദ് പഠിച്ചിട്ടില്ല, അവർ പഠിച്ചത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് സെക്യൂർ ആയിട്ടുള്ളൊരു മെന്റാലിറ്റി, എനിക്കിനി ഒന്നും ബാധിക്കൂല, എനിക്കിനി ശിർക്ക് ബാധിക്കൂല, എനിക്കിനി എന്റെ ജീവിതത്തിൽ കുഫർ സംഭവിക്കൂല, എനിക്ക് നിഫാഖ് ബാധിക്കൂല. നമ്മൾ വളരെ സേഫ് സോണിൽ നിൽക്കുന്ന പോലെ. ഇത് അപകട സൂചനയാണ്. നമുക്ക് അങ്ങനെ ഒരു സേഫ് സോണ്, നമ്മൾ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണെങ്കിൽ നമ്മളപ്പോൾ നിൽക്കുന്നത് അപകടത്തിലാണെന്നുള്ള അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളം. നമ്മൾ അവരെ പോലാകണം. പരമാവധി പെർഫെക്റ്റ് ആകുന്നതിനനുസരിച്ച് പേടി കൂടിക്കൊണ്ടേയിരിക്കും. പരമാവധി വീക്കായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ നിർഭയത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആണ് സലഫുകൾ പറയാറുണ്ട്, നിഫാഖിനെ സംബന്ധിച്ചും കുഫറിനെ സംബന്ധിച്ചും ഷിർക്കിനെ സംബന്ധിച്ചൊക്കെ സലഫുകൾ പറയാറുണ്ട് എന്താ, ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിൻ. ഈമാൻ പരിപൂർണമായ ഒരാളല്ലാതെ അതിനെപ്പറ്റി പേടിക്കുകയില്ല. ഈമാൻ പെർഫെക്റ്റ് ആയ ഒരാൾക്കല്ലാതെ അതിനെ സംബന്ധിച്ചുള്ള പേടി മനസ്സിൽ കടന്നു വരികയില്ല. വലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖ്. ഒരു മുനാഫിഖ് അല്ലാതെ അതിനെപ്പറ്റി നിർഭയനായിരിക്കുകയുമില്ല. എന്റെ ജീവിതത്തിൽ അത് വരൂല,
ഞാനൊക്കെ തൗഹീദുള്ള ആളാണ്, ഞാനൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആൾ എന്ന രൂപത്തിൽ എന്റെ ജീവിതത്തിൽ അത് കടന്നു വരികയില്ല എന്ന നിർഭയത്വം അതൊരു മുനാഫിക്കിനല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് സലഫുകൾ പറയാറുണ്ട്. നമ്മൾ വളരെ പേടിക്കണം. പ്രത്യേകിച്ച് ഒരാളുടെ തൗഹീദിനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന കാര്യങ്ങൾ പോലും സമൂഹത്തിൽ വളരെയധികം വ്യാപകം. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നല്ല. സമൂഹത്തിൽ വളരെയധികം മുസ്ലിം നാമധാരികളായ ആളുകൾക്കിടയിൽ പോലും ഒരുപാട് കാര്യങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നമുക്കെങ്ങനെയാണ് എന്റെ തൗഹീദ് പെർഫെക്റ്റ് ആണ് എന്ന് പഠിക്കാതെ, അതിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ സാധിക്കും? പഠിക്കണം, വേറൊരു നിവൃത്തിയില്ല. പഠിക്കാതെ ഒരു നിവൃത്തി നമുക്ക് വേറൊരു വഴി, നമുക്ക് നമ്മുടെ തടി നരകത്തിന് സലാമത്താക്കാൻ വേറൊരു മാർഗമില്ല. പഠിക്കാതെ സ്വർഗം കിട്ടൂല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം, രക്ഷപ്പെടുത്തണം എന്നുള്ള ആയത്തിന്റെ തഫ്സീർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ദീൻ പഠിക്കണം, പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ്. പഠിക്കാതെ നമുക്ക് നരകത്തെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ തടി നരകത്തിന് സലാമത്താക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വേറൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ഇതിലേറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ കുഫറിന്റെയും ഷിർക്കിന്റെയും നിഫാഖിന്റെയൊക്കെ ഇനങ്ങളും രൂപങ്ങളുമൊക്കെ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഷിർക്കിന്റെ കാര്യങ്ങളും അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ വിശദാംശങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പലരും പഠിച്ചിട്ടുണ്ടാവും. അത് പഠിക്കൽ നിർത്തണം എന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ കുഫറിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടെണ്ണമാണ്. സംസാരം കൊണ്ട് കുഫർ സംഭവിക്കാം, പ്രവർത്തനം കൊണ്ട് കുഫർ സംഭവിക്കാം, വിശ്വാസം കൊണ്ട് കുഫർ സംഭവിക്കാം, സംശയം കൊണ്ട് കുഫർ സംഭവിക്കാം, നമ്മൾ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ കുഫർ സംഭവിക്കാൻ ഒരുപാട് ഇനങ്ങളുണ്ട്. ഇതിൽ ഓരോന്നിലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളത് തന്നെ ധാരാളമുണ്ട്. ഇതൊക്കെ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴല്ലാതെ നമ്മൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കാൻ നമ്മൾ ഇന്നലെ പല ആളുകൾക്കും മറ്റുള്ളവരുടെ കാര്യം, അവരുടെ പ്രശ്നങ്ങൾ ശരിയാക്കാനും അവരുടെ പോരായ്മകൾ കണ്ടെത്താനും ഒക്കെയാണ് നമുക്ക് സമയമുള്ളൂ, അല്ലേ? മറ്റുള്ളവന്റെ കണ്ണിലെ കരട് കാണാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. അവനവന്റെ കണ്ണിൽ വടി തന്നെ ഉണ്ടാവും, അത് മാറ്റൂല. സ്വന്തം കണ്ണിന്റെ മേലെ ഒരു വടി ഉണ്ടാവും, അത് കാണൂല. മറ്റുള്ളവന്റെ കണ്ണിൽ കരട് കാണും. അല്ലേ? മലയാളത്തിൽ തമാശയൊക്കെ പറയാറുണ്ട്, ഈ ചളിയുടെ കുണ്ടിൽ ഇറങ്ങി നിന്നിട്ട് എന്ത് ചെയ്യും, മറ്റവന്റെ കാലുമുള്ള ചളി നോക്കിയിട്ട് അയ്യേ നിന്റെ കാലുമ ചളി തെറിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താണു പോരുത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നരകത്തിൽ പോകുന്ന ഷിർക്കും കുഫറും നിഫാഖൊക്കെ നമ്മളിലുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്രയൊക്കെ പറഞ്ഞു കൊടുത്തു, നമ്മൾ എത്രയൊക്കെ ദഅവത്ത് ചെയ്തു, നമ്മുടെ കണ്ടന്റുകൾക്ക് എത്ര റീച്ച് കിട്ടി, എത്ര ലൈക്ക് കിട്ടി, ഇതൊന്നും നമുക്ക് ഉപകരിക്കൂല. നമ്മൾ തൗഹീദി പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ്, അല്ലെങ്കിൽ എന്റെ പാരമ്പര്യം തൗഹീദി പാരമ്പര്യമാണ്, കുറെ തലമുറകളായിട്ട് ഞങ്ങൾ തൗഹീദിന്റെ കുടുംബക്കാരാണ് എന്നുള്ള അവകാശവാദങ്ങളോ നമ്മുടെ മസ്ജിദുകൾക്ക് പുറത്തു വെക്കുന്ന നെയിം ബോർഡുകളോ ഒന്നും നമുക്ക് ഉപകരിക്കൂല, സർട്ടിഫിക്കറ്റുകളോ ഒന്നും. നമ്മളിത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി അതിൽ നിന്ന് മാറി നിന്നാലല്ലാതെ ഒരു രക്ഷയില്ല. പഠിക്കുക തന്നെ വേണം, വേറൊരു നിവൃത്തി നമുക്കില്ല. പ്രത്യേകിച്ച് പല കാര്യങ്ങളും, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. പല കാര്യങ്ങളും പല ആളുകൾക്കും അറിയുന്നത് പോലുമില്ല. അത് ഒരാളെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യങ്ങളാണ്, ഒരാളുടെ ഈമാനെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ്, ഒരാളുടെ തൗഹീദിനെ പാടെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് എന്ന് പലർക്കും അറിയുക പോലുമില്ല. ഉദാഹരണത്തിന് നിസ്കാരം.
ഒരാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിമല്ല. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ ലാ യുസല്ലി, നിസ്കരിക്കാത്തവന് ദീനിൽ നിന്നൊരു പങ്കുമില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നിട്ട്. അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റഹിമഹുള്ള പറയാറുണ്ട്, സ്വഹാബികളിൽപ്പെട്ട ആളുകൾ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ എല്ലാവരും ഉപേക്ഷിച്ചാൽ കുഫറാകുന്നതായി, ഒരാൾ മുസ്ലിം അല്ലാതാകുന്നതായി നിസ്കാരമല്ലാത്ത മറ്റൊരു പ്രവർത്തനത്തെയും അവർ കണ്ടിരുന്നില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റഹിമഹുള്ള പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇന്ന് എത്ര ആളുകളുടെ തൗഹീദി കുടുംബമുള്ള ആളുകളിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന, സുബഹിക്കൊക്കെ പ്രത്യേകിച്ചും എത്ര ആളുകളാണ്. സുബഹി നിസ്കാരം, അസർ നിസ്കാരം, ഇശാ നിസ്കാരം, ളുഹറും മഗ്രിബും എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യപ്പെടുമ്പോഴൊക്കെ നിസ്കരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ നിസ്കരിക്കാത്ത ആളുകൾ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകരിക്കുകയില്ല. അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകരിക്കുകയില്ല. അവൻ നരകത്തിൽ കടക്കേണ്ടി വരും. ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ, ഒരു മനുഷ്യനും ഷിർക്കിനും കുഫറിനും ഇടയിലുള്ള വ്യത്യാസം എന്നുള്ളത് നിസ്കാരം ഉപേക്ഷിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ധാരാളം വിഷയങ്ങൾ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിക്കുക തന്നെ വേണം. ഒന്നാമത് ചെയ്യേണ്ട കാര്യത നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സമയം മെനക്കെടുത്തണം. നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിൽ എത്ര ആളുകൾ ഒരു വട്ടമെങ്കിലും, ഒരു ആവർത്തിയെങ്കിലും കിതാബ് തൗഹീദ് മുഴുവനായും പഠിച്ചു തീർത്തിട്ടുള്ള ആളുകളുണ്ട്? എത്ര ആളുകളുണ്ട്? കൈ ഉയർത്താൻ സാധിക്കുമോ? ഒരു വട്ടമെങ്കിലും ഏതെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഒരു വട്ടം, ഒരു ആവർത്തിയെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കിതാബ് തൗഹീദ് തന്നെ ആകണമെന്നില്ല. അതുപോലത്തെ മറ്റേതെങ്കിലും കിതാബുകൾ ഒരാവർത്തിയെങ്കിലും മുഴുവൻ പഠിച്ചു തീർത്ത ആരെങ്കിലും ഉണ്ടോ? കാരണം നമ്മൾ മനസ്സിലാക്കാതെ, നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശിർക്കിന്റെ ഇനങ്ങൾ അത്രയും അധികമാണ്. അത് നമ്മൾ പഠിക്കാതെ, അറിയാതെ, മനസ്സിലാക്കാതെ നമ്മൾക്കതിന് രക്ഷപ്പെടുക സാധ്യമല്ല. പഠിക്കുക തന്നെ വേണം. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പ്രാധാന്യമുള്ളത്, ഏറ്റവും ആദ്യം മുന്തിക്കണം. അൽ അഹമ്മു ഫൽ മുഹിം, ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഏറ്റവും ആദ്യം, പിന്നീട് പിന്നെ. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു കൽപ്പിക്കുകയാണ്. ലാ യദുറുക്കും മൻ വല്ല ഇദാ ഹദൈതും, നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴി തെറ്റിയവർ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കൂല. ഈ ലോകം മുഴുവൻ വഴികേടിലാണ്, വൃത്തികൾ. നിങ്ങൾക്ക് അവർക്കെതിരെ ഈ ദഅവത്തിനും അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാനും പ്രതികരിക്കാനും റിയാക്ട് ചെയ്യാനും നിങ്ങൾ ചാടിയിറങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യണ്ടെന്നല്ല, അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യം സേഫാക്കുക. നിങ്ങളുടെ തൗഹീദ് കുറ്റമറ്റതാക്ക്. നിങ്ങൾ നിങ്ങളുടെ തൗഹീദ് പെർഫെക്റ്റ് ആക്ക്. അതെന്താ ചെയ്യാത്തത്? എന്താ? എത്ര കാലം നിങ്ങൾ സലഫിയത്ത് കിട്ടിയിട്ട് തൗഹീദ് മനസ്സിലാക്കിയിട്ട് എത്ര കാലം, എത്ര വർഷമായി? കിതാബ് തൗഹീദ് പഠിച്ചു തീർക്കാൻ എത്ര കാലം വേണം? എത്ര കാലം വേണം? ഏറിപ്പോ ഒരു വർഷം, ഏറിപ്പോയാൽ ഒരു വർഷം, അത്രയും വേണ്ട. ഞാൻ ഏറ്റവും മാക്സിമം ലെവൽ പറയും. ഏറിപ്പോ ഒരു വർഷം. നിങ്ങളിൽ കിതാബ് തൗഹീദ് ഒരു വർഷമായിട്ടില്ല സലഫിയത്തിലേക്ക് വന്നിട്ട് തൗഹീദ് കിട്ടിയിട്ട് എന്ന് പറയാൻ സാധിക്കുന്ന ആളുകളുണ്ടോ ഇവിടെ? തൗഹീദ് കിട്ടിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ആളുകളുണ്ട്? ആരുമില്ല. പക്ഷെ കിതാബ് തൗഹീദ് പഠിച്ചു തീർത്ത എത്ര ആളുകളെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ആരുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയലും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലും ഇതൊന്നും പ്രശ്നമാണ്, അന്ന് ചെയ്യണ്ടെന്നല്ല ഈ പറയുന്നത്. അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ കാര്യം, നമുക്ക് നമ്മുടെ തടി സലാമത്താക്കണ്ടേ? നമുക്ക് നമ്മുടെ തടി സേഫ് ആക്കണ്ടേ? അതിന് നമ്മൾക്ക് തൗഹീദ് ഇല്ലാതെ നമുക്ക് എങ്ങനെ സാധിക്കാം? നമ്മുടെ തൗഹീദ് പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ നമ്മുടെ കാര്യം ഏറ്റവും ആദ്യം നമുക്ക് നമ്മൾ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ആരും ഉണ്ടാവില്ല.
നമ്മൾ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ, ഖിയാമത്ത് നാളിലേക്ക് എത്തുമ്പോൾ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാനും നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാനും നമ്മുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനും നമ്മൾക്കൊരു മറയായി നിൽക്കാനും ഒക്കെ നമ്മുടെ അമലുകളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി. ഓരോ മനുഷ്യനും തന്റെ സഹോദരനിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഓടി അകലുന്ന ദിവസമാണ്. നമുക്ക് ആരും ഉണ്ടാവില്ല, നമ്മൾ ആരും രക്ഷപ്പെടുത്താൻ പോകുന്നില്ല നമ്മുടെ അമലുകളെല്ലാം. നമുക്ക് രക്ഷപ്പെടണം, എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്താൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളത്. പഠിക്കണം. അതിന്റെ ഏറ്റവും ചെറിയ അളവാണ് കിതാബ് തൗഹീദൊക്കെ. ഏറ്റവും തുടക്കമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഓരോരുത്തരും പഠിക്കണം, ഓരോരുത്തരും പഠിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസിയത്ത് എന്നുള്ളത്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ പഠനത്തിന് മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട്, എല്ലാം ഷുഗലുകളും കഴിഞ്ഞിട്ട്, എല്ലാ പ്രിഫറൻസും കഴിഞ്ഞിട്ട്, എല്ലാ പ്രയോറിറ്റിയും കഴിഞ്ഞിട്ട് അവസാനത്തെ സ്ഥാനം നമ്മുടെ പഠനത്തിന് കൊടുക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ദുനിയാവിലെ എല്ലാ അവസരങ്ങളും കഴിഞ്ഞ് എല്ലാ സന്ദർഭങ്ങളും ഒത്തുവന്നിട്ട് നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട് മനുഷ്യന്റെ പ്രകൃതം. ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ്. ആദമിന്റെ മകന് 2 സ്വർണത്തിന്റെ താഴ്വരകളുണ്ട്. സ്വർണ്ണക്കട്ടകളുണ്ട് എന്നല്ല, സ്വർണത്തിന്റെ 2 താഴ്വരകളുണ്ട്. അപ്പൊ അവൻ അൽഹംദുലില്ലാ എനിക്കിത്ര സ്വർണം മതി, അല്ലെങ്കിൽ എനിക്കിത്ര സമ്പത്ത് മതി എന്നവൻ ഒരിക്കലും പറയൂല. അവന്റെ പണികളൊക്കെ നിർത്തിവെച്ച് പഠനത്തിനായിട്ട് ഒഴിഞ്ഞിരിക്കൂല. ലബ്തഗാ സാലിസഹുമ. അവൻ 3ാമത്തെ സ്വർണത്തിന്റെ താഴ്വരയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് പോകും. വലയ്യം ലഅഫാഹു ഇല്ല തുറാബ്. മണ്ണല്ലാതെ അവന്റെ വായ നിറയ്ക്കുകയില്ല. ഖബറിലേക്ക് എത്തി അവന്റെ മേലേക്ക് മണ്ണിടുമ്പോഴല്ലാതെ അവന്റെ ഈ ഓട്ടം അവസാനിക്കൂല. അതുവരെ നമുക്ക് തിരക്കുകൾ തന്നെയായിരിക്കും. കച്ചവടം, വീട്, കുടുംബം, കല്യാണം, മറ്റ് കാര്യങ്ങൾ, തിരക്കുകളോട് തിരക്ക്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ തിരക്കുകൾ തന്നെ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയാൽ 5 മിനിറ്റ് അല്ലേ, അതിൽ തന്നെ കുറെ സമയം വാട്സപ്പിൽ കൂട്ടുകാരെന്തൊക്കെ മെസ്സേജ് അയച്ചു, ആ ഗ്രൂപ്പിൽ എന്തൊക്കെ മെസ്സേജ് വന്നു, എൻ്റെ ഈ മെസ്സേജിന് അവൻ എന്ത് റിപ്ലൈ തന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ആരൊക്കെ പോസ്റ്റ് ഇട്ടു, ആരൊക്കെ റീൽസ് ഇട്ടു, എൻ്റെ റീൽസിന് എത്ര ഷെയർ കിട്ടി, എത്ര വ്യൂസ് ഉണ്ട്, എത്ര ലൈക്ക് കിട്ടി, ആരൊക്കെ കമന്റ് ഇട്ടു, ആ കമന്റിന് എന്തൊക്കെ മറുപടി കൊടുക്കണം. ഈ തിരക്കുകളാണ്. ഈ തിരക്കിനിടയിൽ സമയമില്ല, പഠിക്കാൻ സമയമില്ല, പഠിച്ച വിഷയങ്ങൾ സംശയമൊന്നും ചോദിക്കാൻ സമയമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ അമലാക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ സിമ്പിളായിട്ടൊരു ഹദീസ് ഉണ്ട്. നമുക്ക് സമയം കിട്ടാൻ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരുവന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ത്? അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കുക എന്നുള്ളത്. ഈ ഒരൊറ്റൊരു ഹദീസ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പറയൂല എനിക്ക് സമയം കിട്ടുന്നില്ല ദീൻ പഠിക്കാൻ. ഒരിക്കലും പറയൂല. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സത്യസന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഹദീസ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ദീൻ പഠനം പോലത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമയം കിട്ടിയിരിക്കും. ഉറപ്പായും കിട്ടിയിരിക്കും. അല്ലെ, പലരും സമയത്തിന് കുറ്റം പറയാം. അല്ലെ, ഖിയാമത്ത് നാൾ ആവാറായി തോന്നുന്നുണ്ട്, സമയത്തിനും തീരെ ബറക്കത്തില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പ്രശ്നമാണ്. സമയത്തിന് കുറ്റം പറയണ്ട, നിങ്ങളാണ് പ്രശ്നക്കാർ.
അല്ലെങ്കിൽ നമ്മളാണ്, നിങ്ങളെ മാത്രമല്ല എന്നെ അടക്കം ഉൾപ്പെടുത്തിയിട്ട് പറയും, നമ്മളാണ് പ്രശ്നക്കാർ. പ്രശ്നം നമ്മളിലാണ്, സമയത്തില്ല. സമയം അന്ന് 24 മണിക്കൂർ തന്നെ, ഇന്ന് 24 മണിക്കൂർ തന്നെ. ഇന്ന് 22ആണോ? അല്ലല്ലോ. അന്നും ഇന്ന് 24 മണിക്കൂർ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ഷെഡ്യൂളിൽ അനാവശ്യമായ ധാരാളം കാര്യങ്ങൾ നമ്മൾ തന്നെ കുത്തിക്കയറ്റിയത് കൊണ്ടാണ് നമുക്കൊന്നിനും സമയം കിട്ടാത്തത്. അത് ശ്രദ്ധിക്കണം. രണ്ടാമത് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള, നിങ്ങളോടും പറയാനുള്ള നസീഹത്ത് എന്നുള്ളത് സമയത്തിന്റെ വിഷയം. സലഫുകൾ പറയാറുണ്ട്, ഒരാൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട് എന്ന് പരിശോധിക്കണമെങ്കിൽ അവൻ അവന്റെ സമയത്തിനെ എങ്ങനെ വിനിയോഗിക്കും നോക്കിയാൽ മതി. ഒരാൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട്, അവനെങ്ങനെ, എത്രത്തോളം അവന്റെ ശരിയായ തെളിഞ്ഞ ബുദ്ധി അവനുണ്ട്, എത്രത്തോളം ബുദ്ധിമാനാണ് അവൻ എന്ന് പരിശോധിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവൻ അവന്റെ സമയത്തിനെ എങ്ങനെ വിനിയോഗിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്താണെന്ത്? സമയം എന്നുള്ളത് ഏറ്റവും വലിയ സമ്പത്താണ്. ബാക്കി എന്ത് നമുക്ക് പോയാലും തിരിച്ചു കിട്ടും, എന്തും കിട്ടും. പക്ഷെ സമയം പോയതൻ തിരിച്ചു കിട്ടൂല. ഒരിക്കലും ഈ പറയുന്ന പോലെ ടൈം മെഷീനുകളോ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരുപാട് കാലം പുറകോട്ട് പോകാനോ കഴിഞ്ഞു പോയ സമയങ്ങൾ തിരിച്ചു പിടിക്കാനോ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഈ സമയം നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, തയ്യാറെടുത്താലും തയ്യാറെടുത്തില്ലെങ്കിലും, ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ, നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് ഓരോ ദിവസം എടുത്തുകൊണ്ടിരിക്കുക. നമ്മളും ഖബറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുക, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. നമ്മൾ പ്രിപ്പയർ ചെയ്താലും ഇല്ലെങ്കിലും, അതിനുവേണ്ടി പണിയെടുത്താലും ഇല്ലെങ്കിലും, നമ്മുടെ സമയം, ക്ലോക്കിന്റെ സൂചി കറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്താണ് റബ്ബിന്റെ അടുക്കൽ പോയിട്ട് നമുക്ക് എന്താണ് ഒരു പ്രവർത്തനമായിട്ട് എടുത്തു പറയാനുള്ളത്? നമ്മൾ എന്ത് ചെയ്തെന്ന് പറയാം? നമ്മൾ എന്ത് പഠിച്ചു എന്ന് പറയാം? നിങ്ങൾക്കറിയോ, സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മാതൃകയായിട്ടുള്ള ആളുകൾ, അവരവരുടെ സമയത്തിനെ, അല്ലേ, ഹസൻ ബസരി റഹിമുള്ള പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനോട് കാണിക്കുന്ന പിശുക്കിനേക്കാളും സമയത്തിന് പിശുക്ക് കാണിക്കുന്ന ഒരു സമൂഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിന് പിശുക്ക് കാണിക്കുന്നതിനേക്കാൾ സമയം ചെലവഴിക്കുന്നതിന് പിശുക്ക് കാണിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹസൻ ബസരി റഹിമുള്ള സ്വഹാബത്തിനെ പറ്റി പറയാറുണ്ട്. നമുക്ക് പാഴാക്കി കളയാൻ, അല്ലേ, ടൈം പാസ്സാക്കി കളയാൻ നമുക്ക് ടൈമില്ല. നമ്മൾക്ക് ഈ ഒരു സമയം, ഈ സമയമേ നമുക്ക് സമയമായിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു വേദിയായിട്ട് നമുക്ക് ഇതേ ഉള്ളൂ. ഇതൊരു ഗോൾഡൻ ചാൻസാണ് ഈ ദുനിയാവെന്നുള്ളത്. റൂഹ് തൊണ്ടക്കോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചാൻസ് ഇല്ല. ആകുള്ള ഒരേ ഒരു ചാൻസ്. എന്തെങ്കിലും ചെയ്യണം, ഇപ്പൊ ചെയ്യണം. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യാതെ സമയത്തെ പാഴാക്കി കളഞ്ഞ് നരകത്തിന് കൺമുന്നിൽ കാണുന്ന രംഗം, അങ്ങനെയുള്ള ആളുകൾ, അവരുടെ അവസ്ഥ ഖുർആൻ വിശദീകരിച്ചിരുന്നുണ്ട്. വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകത്തെ കൊണ്ടുവരപ്പെടും. യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അന്ന് ചിന്തിക്കും, അന്നാണ് അവന് ബോധം വരിക. അല്ലാഹു ചോദിക്കണം, ഫഅന്നാ ലഹു ദിക്റ, അവൻ എവിടെ നിന്നാണ് ഈ ചിന്ത വരുന്നത്? ഇത്രയും കാലമില്ലാത്ത ഈ ചിന്ത ഇപ്പൊ എവിടെ നിന്നാ വന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, അവൻ പറയും, ഞാൻ എന്റെ ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും മുൻപേ പ്രിപ്പയർ ചെയ്തിരുന്നുവെങ്കിൽ, തയ്യാറാക്കി വെച്ചിരുന്നുവെങ്കിൽ എന്ന് അവൻ അവിടെ നിന്ന് വിലപിക്കും. അല്ലാഹു പറഞ്ഞെന്താ, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്,
അന്ന് അള്ളാഹ് ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കൂല. അല്ലേ? അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, കരീമാണ്, ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷയെപ്പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ പോലെ കഠിനമായ വേദനയുള്ള പ്രയാസമുണ്ടാക്കുന്ന ഒരു ശിക്ഷയും ഒരാളും ശിക്ഷിച്ചിട്ടുമില്ല, ഒരാൾക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല. നമ്മൾ എന്തോ ഒരു പ്രത്യേക ഒരു എന്താ പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന പോലെ ഫലാ യഅ്മനു മക്കറ അല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നഷ്ടക്കാരായ ആളുകളല്ലാതെ നിർഭയരാകൂല എന്ന് പറഞ്ഞ പോലെ അതുപോലെയാണ് നമ്മളിൽ പലരുടെ അവസ്ഥ. നമ്മളെന്തോ നമുക്ക് സ്വർഗം ആരോ ഗ്യാരണ്ടി തന്ന പോലെ ഒരു പേടിയില്ലാതെ ഇനി സ്വർഗത്തിലെ പലരും സംസാരിക്കുക ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നറിയോ? സ്വർഗത്തിൽ പോയാൽ എനിക്കുള്ള മണിമാളികൾ എത്ര ഉണ്ടാവും, അവിടെയുള്ള അരുവികൾ എങ്ങനെയായിരിക്കും, അവിടെയുള്ള ഹൂറികൾ എനിക്ക് എത്ര ഹൂറികൾ ഉണ്ടാവും. നീ സ്വർഗത്തിൽ പോകുന്ന ആരാ നിനക്ക് ഉറപ്പ് തന്നത്? നമ്മളെന്താ നരകത്തെപ്പറ്റി ആലോചിക്കാത്തെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കില്ല, അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും എന്നാൽ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് അള്ളാഹു ആയത്തിറക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അള്ളാഹുവിന്റെ റസൂലെ, ഈ ആയത്ത് കള്ളുകുടിയന്മാരെ പറ്റിയിട്ടാണോ, വ്യഭിചാരികളെ സംബന്ധിച്ചാണോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അല്ല. ഈ ആയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ഒരുപാട് അമലുകൾ ചെയ്ത് മുന്നേറുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ ആയത്ത്. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്കറിയില്ല. അതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് അവർക്ക് പേടി. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താ, അതിന്റെ ക്വാളിറ്റി എന്താണ്, നമ്മൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ തൗഹീദിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ തൗഹീദ് പഠിച്ച കിതാബ് തൗഹീദ് പഠിച്ചിട്ടില്ല, അല്ലേ? പിന്നെ തൗഹീദിന്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയാനില്ല. നവാഖിദുൽ ഇസ്ലാമോ അല്ലെങ്കിൽ നിഫാഖിന്റെ അടയാളങ്ങളോ ഷിർക്കിന്റെ ഇനങ്ങളോ രീതികളോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കാത്ത ഒരാളുടെ തൗഹീദ് വളരെ മോശം അവസ്ഥയായിരിക്കും, വളരെ മോശം അവസ്ഥയായിരിക്കും. അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ തന്നെ മനസ്സിലാക്കി, വളരെ പേടിക്കേണ്ട വിഷയമാണ്, ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം. ഇനി തൗഹീദ് കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ വിഷയം എന്താ? നമ്മൾ പലരും കൈ കെട്ടിക്കഴിഞ്ഞാൽ സലാം വീട്ടുമ്പോഴാണ് ഞാൻ നിസ്കരിക്കായിരുന്നു എന്നുള്ള ബോധം, ചിന്ത വരുന്നത് സലാം വീട്ടുമ്പോഴായിരിക്കും. ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നോ അവനോട് എന്താണ് ഞാൻ പറയുന്നതെന്നോ, ഞാൻ അവനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഫാത്തിഹ ചൊല്ലുമ്പോൾ പോലും, ആ ആയത്തുകൾ ഓതുമ്പോൾ പോലും ഞാനിത് റബ്ബിനോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. എന്റെ റബ്ബിനോട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെന്നുള്ള ബോധം പോലും കടന്നു വരുന്നില്ല നമ്മുടെ മനസ്സിൽ. ഇതാണ് നമ്മുടെ നിസ്കാരം. നമ്മുടെ ഓരോ പ്രവർത്തനം ഇത്രയും പരിതാപകരമായ അവസ്ഥയാണ്. നമുക്ക് എന്താണ് പ്രതീക്ഷയ്ക്ക് വകയുള്ളത്? നമ്മൾ എന്താണ് ഈ കണക്ക് കൂട്ടി വെക്കുന്നത്? ഇനി അതിനൊക്കെ പോട്ടെ, ഇബാദത്തുകൾ വാജിബുകളൊക്കെ പോട്ടെ, ഹറാമുകൾ എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ? ഞാനും നിങ്ങളും, എന്നെ ഞാൻ ഒഴിവാക്കി പറയുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം തിന്മകളാണ് സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ, അല്ലെ? പരസ്യത്തിൽ നമ്മൾ വളരെ മാന്യന്മാരാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. വീട്ടിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, മുറിയിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ, ഈ ഒരു അപകടവും അതിന്റെ കൂടെ ഇയർഫോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയറാത്ത സൈറ്റുകളില്ല, കാണാത്ത കാഴ്ചകളില്ല, കേൾക്കാത്ത വൃത്തികേടുകളില്ല. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ തൗബ ചെയ്യുന്നുണ്ട്. ഈ തൗബ നമ്മൾ സ്വീകരിക്കപ്പെട്ടു നമുക്ക് എന്ത് ഉറപ്പാണുള്ളത്? നമുക്ക് ആരാണ് ഉറപ്പ് തന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവാണ് സത്യം, അള്ളാഹു എന്റെ ഒരു സുജൂദെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ ഞാൻ അന്ന് മരിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഓതുന്ന ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ സ്വീകരിക്കൂല.
എന്നിട്ട് നമ്മളിങ്ങനെ ഒരു വളരെ സേഫായി ഞാനെന്തോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, നരകത്തിന്റെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിത് മറ്റുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ നമ്മുടെ തടി നരകത്തിന് സലാമത്താക്കണ്ടേ? നമ്മുടെ സമയം അതിനുവേണ്ടി നമ്മൾ മെനക്കെടുത്തണം. സമയത്തിന്റെ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. അൽ വഖ്തു അൻഫസു മാ ഉനീത ബിഹിഫ്ളിഹി വഅറാഹു അസ്ഹലു മാ അലൈക യദീഉ. ഇബ്നു ഹുബൈറ റളിയല്ലാഹു അൻഹു പറയുന്ന വസിയത്ത്, നീ സംരക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളത് നിന്റെ സമയമാണ്. പക്ഷേ നീ ഏറ്റവും വേഗത്തിൽ പാഴാക്കി കളയും നിന്റെ സമയം തന്നെയാണ് എന്ന് അദ്ദേഹം വസിയത്ത് നൽകി പറയാറുണ്ട്. വളരെ പേടിക്കണം. നമ്മുടെ സമയം നബിസല്ലല്ലാഹു പഠിപ്പിച്ചെന്നില്ലേ, അദ്ദുന്യാ മൽഊന, ദുനിയാവ് മൊത്തം ശപിക്കപ്പെട്ടത്, വമൽഊനും മാ ഫീഹാ, അതിലുള്ളതുമെല്ലാം ശപിക്കപ്പെട്ടത്, ഇല്ലാ ദിക്റല്ലാഹ് വമാ വാലാഹു വആലിമുൻ ഔ മുതഅല്ലിം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ദീൻ അറിവുള്ള ആലിമ്, അല്ലെങ്കിൽ ദീൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥി. അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞതിലേതെങ്കിലും നമ്മൾ ഉൾപ്പെടണം. നമ്മൾ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ സമയം പഠനത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ സമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്കറിയില്ലേ സൂറത്ത് അബസ? ആ സൂറത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം എന്താ? കണ്ണ് കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എന്ത് ചെയ്യാണ്? ഓടി വരികയാണ്. അല്ലേ? വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹ. നിന്റെ അടുക്കലേക്ക് ഓടി വന്ന ഒരാൾ, ഇബ്നു ഉമ്മി മക്തൂം, അദ്ദേഹം കണ്ണ് കാണാത്ത ഒരാൾ എങ്ങനെ ഓടി വരിക? എങ്ങനെ ഓടി വരിക? അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ താല്പര്യം അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച വാക്കാണ്. അയാൾ നടന്നെ വന്നത്. കണ്ണ് കാണാത്ത അന്ധൻ നടന്നെ വരാൻ കഴിയുള്ളൂ. അദ്ദേഹം അത്രയും താല്പര്യത്തോടെ അദ്ദേഹത്തിനൊരു ഒഴിവ് സമയം കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഓടി വരികയാണ്. എന്തിനാണെന്നറിയോ? ദീൻ പഠിക്കാൻ. ദീൻ പഠിക്കാൻ. നമുക്ക് കണ്ണിന് എന്ത് പ്രശ്നമുള്ളത്? കണ്ണ് കാണാത്ത ആളുകളുണ്ടോ നിങ്ങളിൽ? ഈ കണ്ണ് എന്ന അനുഗ്രഹത്തിനെങ്കിലും നിങ്ങൾക്ക് റബ്ബിനോട് മറുപടി പറയണ്ടേ? അതിനു മാത്രം നിങ്ങൾ ആ കണ്ണുകൾ കൊണ്ട് ഇൽമിലേക്ക് നോക്കണ്ടേ? ഇൽമിന്റെ വഴികൾ സഞ്ചരിക്കണ്ടേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്നത്, ഞാനും എൻ്റെ അയൽക്കാരനും മാറി മാറി അവരുടെ, നമ്മൾ ശ്രദ്ധിക്കണം, സ്വഹാബികൾക്ക് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണങ്ങിയ കേട് വന്ന പഴയ കാരക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരന്ന് പണിക്ക് പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസിൽ വന്നിരിക്കും ദീൻ പഠിക്കാൻ. അത്രയെങ്കിലും എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കാൻ സാധിക്കുമെങ്കിൽ അവർ പഠനം തുടരുകയാണ് ചെയ്യുക. അത്രയും നിവൃത്തിയില്ലാതാകുമ്പോൾ അവരെന്ത് ചെയ്യും? പണിക്ക് പോകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും എൻ്റെ ഒരു അയൽക്കാരനും മാറി മാറി, ഒരു ദിവസം അയൽക്കാരൻ ജോലിക്ക് പോകും, മറ്റൊരു ദിവസം ഞാൻ ജോലിക്ക് പോകും. അങ്ങനെ ഈ ദിവസം അയൽക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയ ദിവസം അവൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കും, ഇന്ന് എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഒന്ന് ആലോചിച്ചു. അയാൾക്ക് എത്ര വയസ്സുണ്ട്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വയസ്സുണ്ടെന്ന്? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? നിങ്ങളുടെ ഇരട്ടിയേക്കാൾ വയസ്സുണ്ടാവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമ്മൾ റബ്ബിനോട് ചോദ്യം ചെയ്യപ്പെടും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്താൻ, ശരിയായ ഹക്ക് മനസ്സിലാക്കാൻ നടത്തിയ പരിശ്രമം, അദ്ദേഹം അടിമയാക്കപ്പെടുകയാണ്. ഹക്ക് മനസ്സിലാക്കാനുള്ള പരിശ്രമത്തിനിടയിൽ അടിമയായി അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ യജമാനു വേണ്ടി അടിമ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാദൃശ്ചികമായി കണ്ടുമുട്ടുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു.
ഇങ്ങനെയൊക്കെ ധാരാളം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആ പരിമിതികളൊക്കെ മറികടന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ നമുക്കെങ്ങനെയാണ് ദീൻ പഠിക്കാൻ പറ്റിയില്ല എന്ന് റബ്ബിനോട് പറയാൻ സാധിക്കുക? നിങ്ങൾക്കറിയോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങും. മസ്ജിദിലേക്ക് പോകുന്ന വഴിക്ക് വിശപ്പ് സഹിക്കവയ്യാതെ അദ്ദേഹം മദീനത്തെ തെരുവോരങ്ങളിൽ ബോധം കെട്ടുവിടാറുണ്ട്. അദ്ദേഹത്തിന്റെ മുതുകിലും നെഞ്ചിലും മദീനത്തെ കുട്ടികൾ ഏതോ ഭ്രാന്തനാണെന്ന് വിചാരിച്ച് ചാടിക്കളിക്കാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, വിശപ്പല്ലാതെ എന്നെ ബോധം കെടുത്തിയിട്ടില്ല. അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹത്തെ പോലത്തെ സ്വഹാബികൾ വന്ന് നിൽക്കുന്ന മഹ്ശറിലേക്ക് നമ്മൾ പോകുമ്പോൾ റബ്ബിന്റെ അടുക്കൽ നമ്മൾ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് എനിക്ക് ദീൻ പഠിക്കാൻ സാധിച്ചില്ല എന്ന് പറയാൻ? നമുക്ക് എന്താ പറയാനുള്ളത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദീൻ പഠിക്കുക എന്നുള്ളത് അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണ്. ദീൻ പഠിക്കുന്നതിലൂടെ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇത്രയും സമയമെടുത്ത് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു ശൈത്താൻ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന പണി എന്നുള്ളത് അവരെ ദീനിന്റെ ഇൽമിൽ നിന്ന് തടയുക എന്നുള്ളതാണ്. ദീനിയായ വിജ്ഞാനത്തിൽ നിന്ന് അവരെ തടയുക. കാരണം അത് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. എത്ര വലിയ വൃത്തികേടിലേക്കും ഒരു സമൂഹത്തെ വലിച്ചു കൊണ്ടുപോകാൻ ശൈത്താന് പിന്നെ എളുപ്പമാണ്. ഒരു സമൂഹത്തിൽ എത്രത്തോളം ഇൽമിന് സ്ഥാനമുണ്ടോ അത്രത്തോളം ആയിരിക്കും ആ സമൂഹം റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം. ആ സമൂഹത്തിന് റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം ആ സമൂഹം എത്രത്തോളം ഇൽമിന് സ്ഥാനം കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് തൗഹീദിന്റെ വിഷയങ്ങൾ ധാരാളം പഠിക്കണം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വസീയത്ത് എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം ഏറ്റവും ആദ്യം ദഅവത്ത് തുടങ്ങിയത് തൗഹീദ് കൊണ്ടാണ്. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായിരുന്നിട്ട് പോലും അത് ഫറളാക്കപ്പെടുന്ന നിർബന്ധമാക്കപ്പെടുന്നത് എപ്പോഴാ? നുബുവത്ത് കിട്ടി എത്ര വർഷം കഴിഞ്ഞിട്ടാ? അല്ല, 10ാമത്തെ വർഷം. 10ാമത്തെ വർഷത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്ന വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 50 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. ഈ മിഅ്റാജിന്റെ ഏറ്റവും മുകളിൽ അള്ളാഹു സുബ്ഹാനഹു നേരിട്ട് സംസാരിക്കവെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? നിസ്കാരം നിർബന്ധമാക്കുന്നത്. നുബുവത്ത് നബിയായി 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നിസ്കാരം പോലും നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അത്രയും കാലം എന്താ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്? തൗഹീദും ഈമാൻ കാര്യങ്ങൾ തന്നെ. ഇതല്ലാതെ വേറെന്താ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്? നിങ്ങൾക്കറിയോ? എന്താ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്? തൗഹീദ് നമുക്കറിയാം, ഈമാൻ കാര്യങ്ങൾ നമുക്കറിയാം. അത് തന്നെയാണ് ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് നമുക്കറിയാം. നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്, ഇതിന് തെളിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് കൂടാതെ ഒരു കാര്യം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഈമാൻ സ്വീകരിച്ച, തൗഹീദ് സ്വീകരിച്ച മുസ്ലിമായ സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് മുമ്പ് പോലും ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സൽസ്വഭാവം, ഹുസ്നുൽ ഖുലുഖ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എന്ത്? തൗഹീദുള്ള ഒരാൾക്ക്, ഈമാനുള്ള ഒരാൾക്ക് ഖിയാമത്ത് നാളിൽ സൽസ്വഭാവത്തെക്കാൾ അവന്റെ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊരു കാര്യമില്ല. ഖിയാമത്ത് നാളിൽ തൗഹീദുള്ള ഈമാനുള്ള ഒരാൾക്ക് അവന്റെ മീസാനിൽ സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം? അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. നന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനീഷൻ ആയിട്ട് എന്താ പഠിപ്പിച്ചെന്നറിയോ? സൽസ്വഭാവമാണ്. സൽസ്വഭാവമാണ് എല്ലാ നന്മയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ടിട്ട് ദഅവത്ത് കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളെക്കാൾ കൂടുതൽ പ്രവർത്തനം കണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റവും പ്രവർത്തനവും കണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ. ഇതെന്തിനാ പറയുന്നെന്ന് വെച്ചാൽ തൗഹീദിന്റെ വക്താക്കളായ നമ്മൾ നമ്മുടെ സ്വഭാവത്തിനെ പറ്റി ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും മികച്ച സ്വഭാവം നമ്മുടേതല്ലെങ്കിൽ നമ്മുടെ തൗഹീദിന് എന്തോ പ്രശ്നമുണ്ട്. തൗഹീദിന്റെ വക്താവായി നമ്മൾ തൗഹീദിന്റെ ആശയങ്ങൾ പറയുകയും മോശപ്പെട്ട സ്വഭാവം ജനങ്ങളോട് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ തൗഹീദിലേക്ക് അടുക്കൂല. വളരെ ചുരുക്കം ആളുകളല്ലാതെ. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞുതരാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. ശരിക്കും ചിന്തിക്കേണ്ട ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാം, റസൂലേ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ എന്ത് ചെയ്യുന്നത്? സ്വഹാബത്തിനോട് സൗമ്യമായി ഇടപഴകുന്നത്, സൗമ്യമായി പെരുമാറുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്. താങ്കൾ കഠിനഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ അവരൊക്കെയും താങ്കളുടെ ചുറ്റും നിന്ന് അകന്നു പോയേനെ. ശ്രദ്ധിക്കണം, ആരെ പറ്റിയിട്ടാ പറയുന്നത്? എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സൃഷ്ടിയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഗുണം, സൗമ്യമായി പെരുമാറുക, റിഫ്ഖ് കാണിക്കുക, അനുകമ്പ കാണിക്കുക, പരുഷ സ്വഭാവം കാണിക്കാതിരിക്കുക എന്നുള്ള ആ ഒരൊറ്റൊരു ക്വാളിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ആളുകൾ പിന്നെ കൂടെ ഉണ്ടാവില്ല. പിന്നെ ആളുകൾ കൂടെ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചു തരാം. ഇത്രയും ക്വാളിറ്റികളുള്ള ഒരാളിൽ നിന്ന് ഒരു ക്വാളിറ്റി പോയാൽ ഈ അവസ്ഥയാണെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ഏതാളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരിക, തൗഹീദിലേക്ക് കടന്നു വരിക? നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളുടെ പെരുമാറ്റം കണ്ടിട്ട് ഒരാൾക്ക് ഇസ്ലാമിനോട് വെറുപ്പ് വരികയാണെങ്കിൽ നമ്മൾ റബ്ബിനോട് എന്താണ് മറുപടി പറയാൻ പോകുന്നത് നാളെ ഖിയാമത്ത് നാളിൽ? ഒരാൾ നമ്മളെ കണ്ടിട്ട് അയാൾക്ക് തൗഹീദിനോട് വെറുപ്പ് വരികയാണെങ്കിൽ അയാൾ ആ ഒരു നമ്മുടെ പ്രവർത്തനം, ഇടപെടൽ, മോശപ്പെട്ട പെരുമാറ്റം കൊണ്ട് അയാൾ ഇനി ഇങ്ങനെയാണ് തൗഹീദുള്ള ആളെങ്കിൽ ഞാൻ തൗഹീദ് സ്വീകരിക്കാൻ പോകുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് അയാൾ എത്തുകയാണെങ്കിൽ നമ്മൾ എന്താണ് അയാളുടെ ളലാലത്തിന് റബ്ബിന്റെ അടുക്കൽ മറുപടി പറയാൻ പോകുന്നത്? നമുക്ക് എന്താ പറയാൻ സാധിക്കുക? വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ മോശപ്പെട്ട പെരുമാറ്റമോ സംസാരമോ കൊണ്ട് ഒരാൾക്ക് തൗഹീദിലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വളരെ അപകടം പിടിച്ച വിഷയം. നമ്മൾ നമ്മുടെ സ്വഭാവം നന്നാക്കണം. അതൊരിക്കലും ജനിച്ചു വളരുമ്പോൾ തന്നെ നല്ല സ്വഭാവം, എല്ലാ നല്ല സ്വഭാവങ്ങളും, ചില സ്വഭാവങ്ങൾ കിട്ടും, ജനിച്ചു വളരുമ്പോൾ തന്നെ കിട്ടും. ചിലത് നമ്മൾ എന്ത് ചെയ്യണം? അത് ശീലിച്ചെടുക്കുക തന്നെ വേണം, പ്രാക്ടീസ് ചെയ്തെടുക്കുക തന്നെ വേണം. അങ്ങനെ അല്ലാതെ കിട്ടൂല. ആരാണോ സബർ കിട്ടാൻ പരിശ്രമിക്കുന്നത്, ജീവിതത്തിൽ സബർ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെടുന്നത്, അവന് റബ്ബ് എന്ത് ചെയ്യും? സബർ കൊടുക്കും. കഷ്ടപ്പെടുന്നവർക്ക് കിട്ടുള്ളൂ. യുഗ്നിഹില്ല. ആരാണോ ജനങ്ങളിൽ നിന്ന് നിരാശ്രയനാകാൻ പരിശ്രമിക്കുന്നത് അവൻ അല്ലാഹു എന്ത് ചെയ്യും? ജനങ്ങളെ തൊട്ട് ധന്യത കൊടുക്കും, ജനങ്ങളിൽ നിന്ന് ധന്യത നൽകും. അങ്ങനെ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എന്ത് ചെയ്യണം? നമ്മൾ അതിലേക്ക്, നല്ല സ്വഭാവങ്ങളിലേക്ക് എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്ന സംഭവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും.
അള്ളാഹുവിന്റെ റസൂലെ, യാ റസൂലല്ലാഹ് ഔസിനി, അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു വസിയത്ത് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും ചോദിക്കണേ, യാ റസൂലല്ലാഹ് ഔസിനി, അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു വസിയത്ത് നൽകണം. അപ്പൊ ലാ തഗ്ളബ്, വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും വീണ്ടും വീണ്ടും അതേ മറുപടി തന്നെ പറയും. നമ്മൾ വെറുതെ അല്ലേ, ചിലർ പറയാം എൻ്റെ പ്രകൃത നാച്ചർ അങ്ങനെയാണ്, പ്രകൃതം എങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യം വന്നു പോകും. അത് മാറ്റിയെടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കുക തന്നെ വേണം. നബി പഠിപ്പിച്ചെന്നില്ലേ, ലൈസ ശദീദു ബിസ്സുറഅ, മൽപിടുത്തത്തിൽ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് ശക്തൻ. എന്നുവെച്ചാൽ ആളുകൾ പറയുന്ന പോലെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല, നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതൊരു വീക്ക്നെസ് ആണ്. മനസ്സിലാക്കി, നല്ല സ്വഭാവം എന്നല്ല. പലരും വലിയ നല്ലെന്തോ ഒരു കാര്യം പോലെ പറയാം, എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നല്ല കാര്യമല്ല, വളരെ മോശപ്പെട്ട സ്വഭാവം. ഒരു മനുഷ്യൻ ശക്തനാകുന്നത് ദേഷ്യം വരുമ്പോഴും സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോഴാണ്. ഇതുപോലെ എത്ര എത്ര നല്ല നല്ല സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ? എല്ലാ സൽസ്വഭാവവും ഒരൊറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാ സൽസ്വഭാവം. ഏതാ ഹദീസ് എന്നറിയോ? ആരാ പറയാം? എല്ലാ സൽസ്വഭാവം, എന്തൊക്കെ സൽസ്വഭാവം നിങ്ങൾക്ക് വേണോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾപ്പെട്ടതാണ്. ഉഅതീതു ബിജവാമിഇൽ കലിം, ഏറ്റവും ജാമിയായിട്ടുള്ള, എന്ന് വെച്ചാൽ ചെറിയ വാക്കായിരിക്കും, പക്ഷെ അതിന്റെ അർത്ഥം വളരെ വിശാലമായിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഹദീസ് ഉണ്ട്. ആ ഒരൊറ്റൊരു ഹദീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി പ്രാവർത്തികമാക്കേണ്ട പോലെ പ്രാവർത്തികമാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് വേറെ സൽസ്വഭാവത്തിന് പ്രത്യേകം ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ആ ഒരൊറ്റൊരു ഹദീസ് മതി. ഏതാ ഹദീസ്? ഏതാ ഹദീസ്? നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഹദീസാണ്. അതിന്റെ ആഴത്തിൽ ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ അമലിൽ കൊണ്ടുവരുന്നില്ല എന്ന് മാത്രം. ഏതാണ് ഹദീസ്? അല്ല, അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ എന്ത് ചെയ്യട്ടെ? അല്ല, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെയും തന്റെ സഹോദരനും ഇഷ്ടപ്പെടട്ടെ. വളരെ എളുപ്പമുള്ള ഹദീസാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് പ്രാക്ടിക്കലാക്കുന്നതിൽ ധാരാളം പുറകോട്ട് പോയിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ ഒരൊറ്റൊരു ഹദീസ് മതി എന്താണ് സൽസ്വഭാവം എന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് ഏത് വിഷയത്തിലും, നിങ്ങൾ ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു മുതലാളിയാണെന്ന് വിചാരിക്കുക. തൊഴിലാളിയോട് പെരുമാറുമ്പോൾ സൽസ്വഭാവത്തോട് പെരുമാറെങ്ങനെ? ആ തൊഴിലാളിയുടെ സ്ഥാനത്ത് നിങ്ങൾ ആ തൊഴിലാളിയാണെന്ന് വിചാരിക്കുക. നിങ്ങളോട് നിങ്ങളുടെ മുതലാളി എങ്ങനെ പെരുമാറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അതേപോലെ ആ തൊഴിലാളി പെരുമാറും. എളുപ്പമാണ്. നിങ്ങളൊരു പിതാവാണെന്ന് വിചാരിക്കുക. മക്കളോട് പെരുമാറുന്ന സൽസ്വഭാവം എങ്ങനെയാണ്? നിങ്ങൾ മകന്റെ സ്ഥാനത്താണെങ്കിൽ ഒരു ഉപ്പ എങ്ങനെ എന്നോട് പെരുമാറണമോ അതേപോലെ മകനോട് പെരുമാറും. ഭർത്താവാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഭാര്യയോട് പെരുമാറുന്ന നല്ല രൂപത്തിലാണെന്ന് പരിശോധിക്കുക. എന്ത് ചെയ്താൽ മതി? എന്റെ മകളോട് എന്റെ ഭർത്താവ്, അല്ലെങ്കിൽ എന്റെ പെങ്ങളോട് അവളുടെ ഭർത്താവ് എങ്ങനെ പെരുമാറാനോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയോട് പെരുമാറും.
എല്ലാ മേഖലയിലും എല്ലാ വിഷയത്തിലും എല്ലാ വ്യക്തികൾക്കും സൽസ്വഭാവത്തിലേക്ക് കടന്നു വരാൻ ഈ ഒറ്റ ഹദീസ് മതി, ഒരേ ഒരു ഹദീസ് മതി. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ആക്കി തീർക്കുന്നതെങ്കിൽ നമുക്ക് വളരെ നല്ല രൂപത്തിൽ, നമ്മളിപ്പോൾ എത്ര മോശപ്പെട്ട ഒരു വൃത്തികേട് ചെയ്യുന്ന ഒരാളെ കണ്ടാലും, ഷിർക്കിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടാലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമുകളിലോ വാജിബുകളോ ഒഴിവാക്കുന്നതിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ പറഞ്ഞു തന്നാലാണ് ഞാൻ ഹക്കിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളത്, അതേപോലെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ വളരെ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമല്ല, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. അതൊക്കെ വളരെ ഒരുപാട് പടികൾ കടന്ന് ഒരുപാട് എന്താ പറയാ, വളരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രം പ്രയോഗിക്കേണ്ട പദപ്രയോഗങ്ങളും മറ്റുമൊക്കെ തുടക്കത്തിൽ തന്നെ ചെയ്യുക എന്നത് ഒരിക്കലും നല്ലതല്ല. ആദ്യം ഏറ്റവും നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല പെരുമാറ്റങ്ങൾ, ഏറ്റവും സൗമ്യമായ രൂപത്തിൽ. ഇനി നമുക്കങ്ങനെ ഒരു വ്യക്തിയെ പ്രത്യേകം എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ പേരെടുത്ത് പറയാതെ തുടക്കത്തിൽ തന്നെ ഒരാളൊരു തിന്മ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ പേരെടുത്ത് പറഞ്ഞ അയാളെ വഷളാക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എങ്ങനെയാണ്? ഒരു സ്വഹാബത്തിനിടയിൽ ഒരു തിന്മ നടന്നു കഴിഞ്ഞാൽ, ഒരു വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ വിമർശിക്കാതിരിക്കൊന്നുമില്ല. പക്ഷേ വിമർശിക്കുന്ന രീതി എങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാബാലു അഖ്വാമിൻ യഖൂലൂന കദാ വകദാ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഒരിക്കലും ഒരാളുടെ പേര് പറയൂല. ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ചിലർ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ എത്ര മോശമാണ് എന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുള്ളത്? ആ തിന്മയെ വിമർശിക്കാറുള്ളത്. എന്നിട്ടത് വളരെ തുടർന്ന് അയാളെ കൊണ്ട് വല്ലാത്ത ഫിത്നയും ഫസാദൊക്കെ നാട്ടിലാണെങ്കിൽ പേരെടുത്ത് പറയേണ്ടി വരും. അത് വേറൊരു വിഷയം, അത് നിവൃത്തിയില്ലാത്ത സാഹചര്യം. പക്ഷേ തുടക്കത്തിൽ തന്നെ ആ ഒരു രീതി അവലംബിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് പറഞ്ഞു, നമ്മൾ ഒരു തിന്മ ചെയ്യുന്ന ഒരാളോട് പെരുമാറേണ്ടത് ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയല്ല. ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെ അങ്ങേയറ്റം കഠിനമായ വാക്കുകൾ, രൂക്ഷമായ പ്രയോഗങ്ങൾ വെച്ച് മോശപ്പെട്ട രൂപത്തിൽ ദേഷ്യം പിടിച്ചിട്ടല്ല, മറിച്ച് ഒരു രോഗം ബാധിച്ചൊരു രോഗി, ആ രോഗിയോട് അവനെ ശുശ്രൂഷിക്കുന്ന ആൾക്കുണ്ടാവുന്ന സഹതാപത്തോടെ, കരുണയോടുകൂടെ, റഹ്മത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അയാളോട് ഇടപഴകേണ്ടത്. ആ രൂപത്തിൽ, ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ അയാളുടെ അടുത്ത് ഇടപഴകേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ, നമ്മൾ അവരോട് ഇടപഴകുന്നത് വളരെ വൃത്തികെട്ട രൂപത്തിലായി കഴിഞ്ഞാൽ ആളുകൾ ഒരിക്കലും നമ്മളിലേക്ക് അടുക്കൂല. ആളുകൾ ഒരിക്കലും നമ്മളിലേക്ക് അടുക്കുകയില്ല. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു ഷിർക്ക് ചെയ്യുന്നുണ്ട്, കുഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് കൃത്യമായി ഉറപ്പുണ്ട് അത് ഷിർക്കാണ്, കുഫറാണ്. നമുക്ക് അത് കൃത്യമായിട്ട് അറിയാം. നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുണ്ട് ആ ഒരു പ്രവർത്തനം ഷിർക്കാണ്, കുഫറാണ്. നമ്മൾ അവനോട് പോയിട്ട് പറയാണ് മുശ്രിക്കേ, കാഫിറേ എന്ന് വിളിച്ചിട്ടാണ് അവനോട് ഉപദേശിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അവൻ ആ ഉപദേശം സ്വീകരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ സ്വീകരിക്കൂല. ഒരിക്കലും ആ രൂപത്തിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ ഉപദേശം ഫലപ്രദമാവുകയില്ല. നമ്മൾ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും സൗമ്യമായ രൂപത്തിൽ, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച്, എന്നാൽ തെറ്റിനെ മയപ്പെടുത്തണമെന്നോ തെറ്റിനെ ലഘൂകരിക്കണമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. തെറ്റായി തന്നെ പറയണം, അതിന്റെ ഗൗരവം തന്നെ കൊടുക്കണം. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അവർക്ക് ഈ ഒരു സംസാരം തെറ്റിൽ നിന്ന് മടങ്ങി വരാനുള്ള കാരണമായി തീരുന്ന രൂപത്തിലേ നമ്മൾ എന്ത് ചെയ്യാവും, സംസാരിക്കാവും.
അവർ ഈ സംസാരം നമ്മൾ സംസാരിക്കുന്ന ഈ സംസാരം അതിലൂടെ എന്ത് ചെയ്യണം? അവർ അവരുടെ തെറ്റ് തിരുത്തുകയും ഹക്കിലേക്ക് മടങ്ങി വരികയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടല്ലാതെ അതിന് അനുയോജ്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്.